നമസ്കാരം. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അതിഥിയായിട്ടെത്തുന്ന കലാകാരനെ ഞാൻ പ്രത്യേകിച്ച് മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം എത്രയോ വർഷങ്ങളിൽ എനിക്ക് തോന്നുന്നു വേദികളിൽ നിന്ന് ടെലിവിഷൻ ഷോകളിലേക്ക്, തുടർന്ന് രചനാരംഗത്ത്, മലയാള സിനിമയിൽ തിരക്കഥ, സംഭാഷണം ഒക്കെ എഴുതി അതിലെ സിനിമകളിൽ പ്രധാന വേഷങ്ങൾ ചെയ്ത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇടം നേടിയ എൻ്റെ ഒരു സ്വന്തം സഹോദരനെ പോലെ, ഞങ്ങൾ ഒരു കുടുംബം പോലെ കഴിയുന്ന ബന്ധമാണ് പ്രിയപ്പെട്ട ബിബിൻ ജോർജ്. ചോദ്യം എന്ന് പറയുന്നത് ഇതൊരു ചോദ്യമല്ല എങ്കിൽ പോലും ബിബിനോട് ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അതൊരു ഔപചാരികത എനിക്കിത് ചേട്ടനെ അനൗൺസ് ചെയ്തിട്ടൊക്കെ മേലും ഇതൊരു പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞെന്ന് ആയിക്കോട്ടെ. അപ്പൊ ഇതാണ് ചോദിക്കാനുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു രസികരാജ നമ്പർ 1 എന്ന പ്രോഗ്രാമിന്റെ സമയത്താണ് നമ്മൾ കൂടുതലും അടുക്കുന്നതും കാണുന്നത്. ഒരു പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ, മഴവിൽ മനോരമയിലെ ഒരു പ്രോഗ്രാമിന്റെ വിധികർത്താവായിട്ട് കൂടി ഇരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് ഇവിടം വരെ ഉള്ളൊരു യാത്ര എന്ന് പറയുന്നത്, കാരണം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ബിബിനൊക്കെ എൻ്റെ ഒരു സ്വന്തം സഹോദരനെ പോലെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു യാത്ര എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ നേരത്തെ അത് എനിക്കിവിടെ അങ്ങനെ നമ്മൾ നസീർരാജ പോലെ പരിപാടിയിൽ മിമിക്രി ചെയ്തും ഇപ്പൊ നസീർക്ക് തന്നെ ജഡ്ജായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഈ പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഓരോ കണ്ടസ്റ്റന്റിലും അതിൽ കയറുന്നതിന് മുമ്പ് അവരനുഭവിക്കുന്ന ടെൻഷൻ, ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരനുഭവിക്കുന്ന ടെൻഷൻ, ഇതിന്റെ എല്ലാ മേഖലയും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആളാണ്. എന്റെ ഭാഗ്യത്തിന് എനിക്കിതൊക്കെ നേരത്തെ ചെറുപ്പത്തിൽ അനുഭവിക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് ശരിയാണ്. അതായത് നമ്മള് സാധാരണ ചേട്ടനൊക്കെ എന്നെ കാണുമ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് 17-18 വയസ്സുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് ഇതിനെ നേരിട്ട് കാണുന്ന ദിവസം പോലും എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇടപ്പള്ളിയിൽ നൗഫലിക്കട്ട് സ്റ്റുഡിയോയിൽ അന്ന് ഒരു സ്ക്രിപ്റ്റുമായിട്ട് ബിബിൻ അവിടെ വരുമ്പോ ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ഫസ്റ്റ് എൻട്രി. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് ആ ഒരു ഫീലും എംപതി എനിക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കുന്ന ആളുകൾ ഇപ്പൊ ചില സ്കിറ്റുകൾ നന്നാവും, ചില സ്കിറ്റുകൾ മോശവും. അപ്പൊ എന്റെ ഉള്ളിൽ കിടക്കണത് എന്താണ്, ഞാനായിട്ട് അവരെ കാണുക, ഞാനായിട്ട് കാണുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വാക്കുകൊണ്ട് പോലും അവരെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല. ചെറിയ കാര്യങ്ങൾ ഞാൻ പറയും, എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ പറയും. പക്ഷെ എന്നാലും നമ്മള് അടുത്തവണ ശരിയാവും എന്നുള്ള പ്രത്യാശയും പ്രതീക്ഷയും. നമ്മള് ഒരാളെ നിരാശപ്പെടുത്താൻ നമ്മൾ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. മനസ്സ് വരില്ല. കാരണം ഈ പറഞ്ഞ ഘട്ടങ്ങളിലൂടെ ഒരു സുപ്രഭാതത്തിൽ കയറി ഈ സീറ്റിൽ ഇരുന്ന ആളല്ല. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം പുതിയ സിനിമകൾ ഇപ്പൊ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഞാൻ വിഷ്ണുവും കൂടി പുതിയൊരു പടം എഴുതി ഏകദേശം തീർന്നിരിക്കുകയാണ്. അതിന്റെ പണിയിലാണ്. ഇനി എന്റെ വിഷ്ണുവിന്റെയും തിരക്കഥ ഒരെണ്ണം വന്നിട്ട് ഇപ്പൊ കുറെ നാളായി. നമ്മുടെ വെടിക്കെട്ട് കഴിഞ്ഞിട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ എല്ലാരും ഇതിൽ പറയുന്നതിനിടയ്ക്ക് ഞാൻ പറയണേ, വെടിക്കെട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ടെലിവിഷനിൽ വരാൻ തുടങ്ങിയപ്പോഴാണ് അത് കണ്ടായി തുടങ്ങി. ആ സിനിമയുടെ പ്രാധാന്യം എന്താണെന്നെങ്കിൽ അതിലെ സബ്ജക്ട് എന്താണ്, സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എല്ലാം കൊണ്ടും, കലാപരമായിട്ടും അതിന്റെ ആശയഭംഗി കൊണ്ടും അതെല്ലാം കൊണ്ടും ഒരു വലിയൊരു സിനിമയായിരുന്നു. ഇപ്പോഴാണ് ആൾക്കാർ സംസാരിക്കാൻ ഇറങ്ങിയ സമയത്ത് ഒരു അല്ലേ, അതെ അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മുടെ ചില സമയങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് അറിയാമോ ഏട്ടാ, സാധാരണ നമുക്ക് പടം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു വേദിയിൽ പോലും പോയിട്ട് പടത്തിന്റെ പേര് പറയാൻ നമ്മള് സിനിമ അന്നും ആരും കുറ്റം പറയാൻ പറ്റില്ല. അല്ല, നമ്മള് ചിലപ്പോൾ മടിക്കും പരാജയപ്പെട്ട പടങ്ങള്. പക്ഷെ ഇപ്പോഴും വെടിക്കെട്ടിന്റെ നല്ല തലയുയർത്തി അഭിമാനത്തോടു കൂടിയാണ് എല്ലാ സ്റ്റേജുകളിലും. അതാണ് അതിന്റെ കറക്റ്റ്. അല്ല, അതിന്റെ ഏറ്റവും വലിയ സന്തോഷം മകൻ മഹാദേവനും ഒരു പാട്ട് ആ സിനിമയിൽ മൊത്തം അഭിനയിച്ചു തുല്യ ഒരു പാട്ട്, ഒരൊറ്റ സീനിൽ അപ്പോ ആ പാട്ട് അല്ലെങ്കിൽ വെടിക്കെട്ട് സിനിമയിൽ അഭിനയിച്ചു. അന്ന് ഇത് പ്രശസ്തനായ ഒരാൾ ഇവൻ ഗംഭീരമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവന് വിളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഷാഫി സാറാണോ? എന്നെ വിളിച്ചു പറഞ്ഞു. ഷാഫി സാറല്ലേ? അല്ല, ഞാൻ പറഞ്ഞതറിയോ, ആ വെടിക്കെട്ട് സിനിമയിൽ അഭിനയിച്ച മഹാദേവനെന്ന് ഇപ്പോഴും സ്റ്റേജിൽ അഭിമാനത്തോടെ അനൗൺസ് ചെയ്യാൻ സാധിക്കുന്ന ആ ചിത്രത്തിന്റെ വിജയം കൊണ്ടാണ്, ആ ചിത്രത്തിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇപ്പം സംവിധാനത്തിന് പുതിയ സംവിധാന പരിപാടി ഇപ്പൊ ഇല്ല തൽക്കാലം. എഴുത്ത് ഒത്തിരി ഉണ്ടല്ലോ. ഇപ്പൊ കുറച്ച് പരിപാടികളുണ്ടല്ലോ. ഇപ്പൊ സ്കൂള് പഠിത്തമുണ്ട്, പിന്നെ ബിരിയാണി അല്ല പഠിപ്പിക്കലുണ്ട്, പിന്നെ ബിരിയാണി കട തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ പോകണം? ബിരിയാണി കറക്റ്റ് സ്പോട്ട് 2 കടയായി ഇപ്പോ. ആലുവ 30 ഉണ്ട്, ചൂണ്ടിയിൽ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് മഹാദേവൻ പറയാം നമുക്ക് അവിടെ പോണം. ഉറപ്പായിട്ടും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഒരു ബ്ലോഗ് അവിടെ എടുക്കടാ. തീർച്ചയായിട്ടും നമുക്ക് എടുക്കാം. തീർച്ചയായിട്ടും. അല്ല, നല്ല അഭിപ്രായം പറഞ്ഞു. എനിക്കൊരു ഷോപ്പ്, 2ാമത് ഷോപ്പ് തുടങ്ങി ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ ഷോപ്പിൽ വന്നവരെന്തൊക്കെ പലരും പറഞ്ഞു. നമ്മുടെ ഷിജനൊക്കെ അവിടെ പലരും നല്ല അഭിപ്രായം ഫുഡിനെ കുറിച്ച് പറഞ്ഞു. ഇതിന്റെ സന്തോഷം. അപ്പൊ ഏതായാലും
എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് ജീവിതത്തിൽ ഇനിയും ഉയരങ്ങൾ കീഴടക്കുവാൻ ആവട്ടെ. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സിലുള്ള ലക്ഷ്യത്തിലേക്ക് ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുള്ളൂ. അതെ ഇനിയും ഒരുപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊടുമുടിയുടെ മുകളിലാണ് ബിബിൻ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും കലാരംഗത്ത് ഇനിയും സംവിധാനവും അഭിനയവും ആങ്കറിങ്ങും അങ്ങനെ എല്ലാ മേഖലകളിലും എൻ്റെ പ്രിയപ്പെട്ട ബിബിൻ ഏറെ ഉയരത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം എന്ന പ്രോഗ്രാമിൽ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയായിട്ട് ഞാൻ എത്തും. അതുവരേക്കും ഗുഡ് ബൈ.